കാസർഗോഡ് പുത്തികൈ കൊക്കച്ചാലിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 8 വയസ്സുകാരന്റെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. സാദത്തിന്റെ മകൻ സുൽത്താനാണ് മരിച്ചത്. അരുൺ പാറക്കലാണ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്ന. അരുൺ, നേരത്തെ നമ്മൾ കുട്ടി ഒഴുക്കിൽപ്പെട്ട വാർത്ത നൽകിയിരുന്നു. എവിടെ നിന്നാണ് കുഞ്ഞിന്റെ മൃതദേഹം കിട്ടിയത്? വിവരങ്ങൾ അരുൺ. സങ്കടകരമായ വാർത്തയാണ്. ഈ കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് കുട്ടിയുടെ മൃതദേഹം ഉള്ളത്. ഇനി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമായിരിക്കും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. കാസർഗോഡ് പുത്തികൈ കൊക്കച്ചാലിലാണ് ഈ 8 വയസ്സുകാരൻ ഒഴുക്കിൽപ്പെട്ടത്. സമീപത്തെ തോട്ടിലേക്ക് കുളിക്കുന്നതിന് വേണ്ടി എത്തിയതായിരുന്നു. ആ സമയത്താണ് കുട്ടിയെ കാണാതാവുന്നത്. അപ്പോൾ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ തെരച്ചിൽ നടത്തി. 3 മണിക്കൂറോളം കുട്ടി വെള്ളത്തിൽ കിടന്നു. കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നതാണ് ദൗർഭാഗ്യകരമായ കാര്യം. എന്തായാലും ഒടുവിൽ കുട്ടിയുടെ മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. ഇത് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉന്മേഷ്, ഇത് അവിടെ ശക്തമായ മഴയാണല്ലോ, കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ച മഴയാണല്ലോ. അരുൺ, ഇത് കുഞ്ഞ് കുളിക്കാൻ അങ്ങോട്ട് പോയതായിരുന്നോ? ഉന്മേഷ്, ശക്തമായ മഴയാണ്, അതിതീവ്രമായ മഴയാണ്. ഈ പല ഭാഗങ്ങളിലും പല നദികളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഈ പുത്തികൈ, ഉപ്പളപ്പുഴ, അവിടെയൊക്കെ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ബന്ദിയോട് ഭാഗം ഈ പുഴകളൊക്കെ കടന്നു പോകുന്ന ഭാഗമാണ്. അവിടെയാണ് ഈ വയലുകളിലും അതുപോലെ തന്നെ തോട്ടിലുമൊക്കെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യമാണുള്ളത്. ആ സമയത്താണ് ഈ കുട്ടി ഒഴുക്കിൽപ്പെടുന്നത്. ആ ഒഴുക്കിൽപ്പെട്ട ഉടൻ തന്നെ കുട്ടിയെ കാണാതാവുകയായിരുന്നു. വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തി. ഈ കുട്ടിയെ കാണാൻ കഴിയാതിരുന്നതോടുകൂടിയാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. അങ്ങനെ ഫയർഫോഴ്സ് സംഘം 2 മണിക്കൂറോളം നേരം അവിടെ പരിശോധന നടത്തി. അതിനുശേഷമാണ് ഒടുവിൽ ഈ സമീപ പ്രദേശത്ത് തന്നെ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ആ സമയത്ത് ചെറിയ ശ്വാസം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരണം സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിനായി കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് അറിയുന്നു. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടാവൂ. ഉന്മേഷ്. ശരി, അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്.